ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗില് ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന പല ആൾക്കാരും തന്നെ ഒരു വാഹനം ഒരു ജംഗ്ഷന്റെ അടുത്തേക്ക് എത്തുന്ന സാഹചര്യങ്ങളിൽ, അതുപോലെ ഒരു വാഹനം റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്ന സിറ്റുവേഷനിൽ, അതുപോലെ നമ്മൾ ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിൽ മറ്റൊരു വാഹനം തീർത്തും സ്ലോ ആകുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ വണ്ടി ഒരു നല്ലൊരു കയറ്റത്തിലേക്ക് സമീപിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഡ്രൈവിംഗിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് തുടക്കക്കാർ ഒരുപാട് പേര് ചെയ്യുന്ന ഡ്രൈവിംഗിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും ഒഴിവാക്കുക. ഡ്രൈവിംഗിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയർ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ പഠിക്കണം. അതായത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഉദാഹരണം പറയാം, നിങ്ങളുടെ ഒരു വാഹനം ഒരു ജംഗ്ഷനിലേക്ക് സമീപിക്കുന്നു. നിങ്ങളൊരു 30 കിലോമീറ്റർ വേഗതയിൽ ഒരു തേർഡ് ഗിയറിൽ വാഹനം ഒരു സ്ട്രൈറ്റ് റോഡിൽ ഓടിച്ചു പോകുന്നു എന്ന് കരുതുക. ഇങ്ങനെ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിൽ നമ്മളൊരു ജംഗ്ഷൻ കണ്ടു. അപ്പൊ ജംഗ്ഷനിൽ ലോറി ഉണ്ടാകാം, ബസ് ഉണ്ടാകാം, ആൾക്കാരുണ്ടാകാം. അപ്പൊ ഇങ്ങനെ ഒരു തിരക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നും, ഇനി വാഹനം ഇവിടെ സ്ലോ ചെയ്ത് നമ്മൾ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫസ്റ്റ് ഗിയർ ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും, പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും. ക്ലച്ച് എന്ന ഒറ്റയടിക്ക് കാല് റിലീസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയല്ലേ നമ്മൾ ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ അതിനിടയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ ഡയറക്റ്റ് ക്ലച്ച് പിടിച്ച് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും. അപ്പൊ നമ്മൾ അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലച്ച് ചവിട്ടുന്നതിന് മുന്നമേ തന്നെ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ ബ്രേക്ക് ചെയ്ത് വാഹനത്തിന്റെ വേഗത നിങ്ങൾ ഒന്ന് സ്ലോ ചെയ്യുക. ആ ഒരു കാര്യം ആദ്യം ചെയ്യുകയും രണ്ടാമത് ക്ലച്ച് പിടിച്ച് വണ്ടി സ്ലോ ആയെന്ന് കരുതിയാൽ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാം. ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് പതുക്കെ ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിനുള്ളിൽ ജെർക്ക് ഉണ്ടാകത്തില്ല. പിന്നെ ആ ജംഗ്ഷനിൽ നമുക്കൊരു വാഹനം പതുക്കെ ഓടിച്ചു പോകാനായിട്ട് കഴിയും. അപ്പൊ ഓടുന്ന വണ്ടിയിൽ ഒരു 30-40 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ വണ്ടി സ്ലോ ആകാതെ ഒരു കാരണവശാലും ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വാഹനം സൈഡിൽ ഒതുക്കി നിർത്തുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കണം. പല ആൾക്കാർ ഒരു സെക്കൻഡും തേർഡിലൊക്കെ റോഡിൽ ഓടിച്ചു വരുന്നു. സൈഡിലേക്ക് വണ്ടി ഒതുക്കാനായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിനും ക്ലച്ച് പിടിക്കും, ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കും, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യും. അത് ചെയ്യുന്നത് ശരിയാണ്. പക്ഷെങ്കിൽ അതിന് മുന്നമേ നമ്മൾ ചെയ്യേണ്ടത്, ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗത ഒന്ന് സ്ലോ ചെയ്തിട്ടേ ക്ലച്ച് പിടിച്ച് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ വാഹനത്തിനുള്ളിൽ ഇത് ഇങ്ങനെ ഒരു ജെർക്ക് ഉണ്ടാകും. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.